നമ്മളെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. നാളിപ്പോൾ ഒരു പെയിന്റ് പണി നടത്തുന്ന ഒരാൾ വന്നാണ്ട് ചോദിച്ച്, സാറേ ഞാൻ പണിക്കിറങ്ങാൻ ഒരു 9 മണിയൊക്കെ ആവും, പണി കഴിഞ്ഞ് കയറണം എന്നുണ്ടെങ്കിൽ ഒരു 3-3:30 ആവലുണ്ട്. അപ്പം അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഒന്ന് കുളിച്ചുകൊണ്ടൊക്കെ നിസ്കരിക്കൽ കുറച്ച് പ്രയാസമുണ്ട്. പെയിന്റ് പണി സ്വാഭാവികമായിട്ടും മേത്ത് പെയിന്റ് ഇടുന്ന പണിയാണല്ലോ. അപ്പം നിസ്കരിക്കാൻ ളുഹുർ അസറിന്റെ സമയത്തേക്ക് മാറ്റാൻ വല്ല വകുപ്പുണ്ടോ എന്നാണ് ചോദിക്കാൻ വരുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും, വർക്ക് ഷോപ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ മേത്ത് ഗ്രീസ് ഉണ്ടാവും. ഇത് പെയിന്റ് ആയാലും മണ്ണായാലും ഗ്രീസായാലും ഇതൊന്നും നജസല്ല, നിസ്കാരത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വസ്തുക്കളല്ല ഇത് മൂന്നും. അതുകൊണ്ട് തന്നെ നിസ്കാരം ഖളാ ആക്കാനോ അല്ലെങ്കിൽ പിന്തിപ്പിക്കാനോ അതൊന്നും ഒരു വകുപ്പായിട്ട് നമ്മൾ കാണരുത്. വൈലുല്ലിൽ മുസല്ലീൻ എന്ന് ഖുർആനിൽ പഠിപ്പിച്ചത് നിസ്കാരം ഒരു കാരണമില്ലാതെ പിന്തിപ്പിക്കുന്ന ആൾക്കാർക്കാണ് നരകം എന്നതാണ്. അപ്പൊ ഇതൊന്നും നജസല്ല. നജസ് അല്ലാത്ത വസ്തു ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇയാൾക്ക് ഒളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ മതി, പെയിന്റ് കളയണമെന്നും പോലും ഇല്ല. ശരീരത്തിൽ കുപ്പായത്തിൽ ചളിയുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. എന്തൊരു വർത്താനല്ലേ അതൊക്കെ. പഠിച്ചോനെ മറന്നുകൊണ്ടുള്ള ഒരു കളിയല്ലേ. നിസ്കാരമൊക്കെ ഒഴിവാക്കിയാണ്ട് ഇങ്ങനെ ഈ ജോലി എടുക്കുന്നതിൽ എന്ത് ബർക്കത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ പരിക്കാരിലോ കുടുംബക്കാരിലോ ഇങ്ങനെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഈ ജോലികളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നിസ്കരിക്കാൻ പറ്റും എന്നാ പറഞ്ഞേ. ഇനി ഒതു ഇല്ലാത്ത ആളാണെങ്കിൽ ആ ഒതു ഉണ്ടാക്കുന്ന അവയവത്തിൽ നിന്ന് മാത്രം ആ പെയിന്റൊക്കെ കളഞ്ഞ് ഒതു ഉണ്ടാക്കിയിട്ട് നിസ്കരിച്ചിട്ട് വീണ്ടും ആ പണി ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആകെ 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ മതി നമുക്കൊരു നിസ്കാരം നിസ്കരിക്കാൻ. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാത്ത ഒരു കൂട്ടരായിട്ട് നമ്മളൊക്കെ മാറണം. നമ്മളെ കുടുംബത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നവർ ഉണ്ടാവരുത്. അള്ളാഹു തആല നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.